ഷിർക്കുണ്ടോ? ഇബാദത്തുകൾ നിന്റെ പക്കലില്ല തന്നെ. ഇതിപ്പോ ഏതാണ്ട് നമ്മൾക്ക് ആർക്കും സംശയമില്ലാത്ത കാര്യം. സമസ്തക്കും സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും തബ്ലീഗിനും ഒരാൾക്കും സംശയമില്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞത്. ഷിർക്ക് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇത് ഒരാൾക്കും സംശയമില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളും സംസ്ഥയിലും എല്ലാത്തിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കാര്യം ഇത്ര ഗൗരവമുള്ളതാണെങ്കിൽ അത് എൻ്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് കൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നുമില്ലല്ലോ. നീ ഒന്ന് പരിശോധിച്ചേക്ക്. അത് മുജാഹിദ് അങ്ങനെ പറയും, മറ്റോൻ ഇങ്ങനെ പറയും, സെൽഫി ഇങ്ങനെ പറയും, ഇവരിങ്ങനെ പറയും, ആയിക്കോട്ടെ, പ്രശ്നമല്ല. പക്ഷെ ഒന്ന് പരിശോധിച്ചേക്ക്. ഖുർആനിൽ നീ ഒന്ന് വായിച്ചു നോക്കുന്നുണ്ട് ഈ ചെയ്യുന്ന പ്രവർത്തികൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? നീ ഒന്ന് ഉറപ്പുവരുത്തിയേക്ക്. ഉറപ്പുവരുത്തുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിക്കാനുണ്ടോ? ഉറപ്പുവരുത്തുന്നത് കൊണ്ട് ഒന്ന് പരീക്ഷിച്ച് ഉറപ്പുവരുത്തുന്നത് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ലല്ലോ. നിനക്ക് ഉറപ്പുവരുത്താലോ നീ ചെയ്യുന്ന, നീ ജാറത്തിൽ പോകുന്നത്, നീ മൊഹിദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്നത്, മുഹമ്മദ് നബിയെ എന്റെ പ്രയാസങ്ങൾ നീക്കണേ എന്ന് പറയുന്നത്, അത് ഖുർആനിലുള്ള കാര്യമാണെങ്കിൽ നീ പഠിക്കണ്ട, നീ സമാധാനമായിട്ട് മരിച്ചോ. അതില്ലാത്തതാണെങ്കിൽ നിനക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാലോ. നീ ഒന്ന് പരിശോധിച്ചേക്ക്. ഇവിടെ ഞാൻ വീണ്ടും പറയട്ടെ, മുസ്ലിങ്ങളായ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉസ്താദുമാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിക്കുക. ഒന്ന് പരിശോധിച്ച് നോക്കുക. ഖുർആനിലൊന്ന് പരിശോധിച്ച് നോക്കുക, ഹദീസിലൊന്ന് പരിശോധിച്ച് നോക്കുക. ഇന്ന് കാലത്ത് വിജ്ഞാനം, ഏത് വിജ്ഞാനവും വിരൽത്തുമ്പറ്റാൻ എന്തു പഠിക്കാനുള്ള അവസരമുണ്ട്.